മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം മഹാലക്ഷ്മിയും കണ്ണനും പിരിയാന്ന് കേട്ടിട്ട് ഓടിപ്പടിച്ച് കമലേശ്വരത്തേക്ക് വന്ന കരുണയാണെങ്കിൽ ഉണ്ണിയുടെ തനി സ്വഭാവം മനസ്സിലാക്കി വീണ്ടും തൻ്റെ വീട്ടിലേക്ക് പിണങ്ങി പോകാണ്. അതുമാത്രമല്ല, ഉണ്ണിക്കാണെങ്കിലും കരുണയുടെ തനി സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കരുണ കൊടുക്കുന്നുണ്ട്. കരുണ എന്ത് ചെയ്താലും അതിനെല്ലാം ന്യായീകരിക്കുന്ന ഉണ്ണിക്ക് ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ കരുണയുടെ ഇന്ന് നല്ല അടി കിട്ടുമ്പോൾ ഉണ്ണിയുടെ അഹങ്കാരത്തിനും നല്ല ശമനം കിട്ടുന്നുണ്ട്. എന്തായാലും ആളുകളുടെയൊക്കെ മുമ്പിൽ വെച്ച് തല്ലിയെങ്കിലും ഉണ്ണിയാണെങ്കിൽ വീണ്ടും കരുണയോട് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കരുണ ഇനി പിണങ്ങി പോയെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ച് തന്നെ ഒരാണത്തമുള്ള ഒരാളുടെ ലെവലിലേക്ക് ഉണ്ണി ഇതുവരെ ഉയർന്നിട്ടുമില്ല. പോണ വഴിക്ക് വീണ്ടും കരുണ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്തിനാ കരുണ ഇനിയും നീ ദേഷ്യപ്പെടണേ? നീ എന്നെ അടിച്ചില്ലേ, അതോടുകൂടി പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ലടോ, നീയുമായിട്ടുള്ള ഒരു പ്രശ്നവും എൻ്റെ തീർന്നിട്ടില്ല, ഇനി നീയുമായിട്ട് ഞാൻ ഒന്നിച്ച് ജീവിക്കൂല എന്നൊക്കെ കരുണ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ണി അതൊക്കെ കേട്ടിങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് പോണ വഴിക്ക് കരുണ ഉണ്ണിയെ ഒരുപാട് ഇങ്ങനെ വായി തോന്നണതൊക്കെ പറയുന്നുണ്ട്. എടാ എടാന്ന് തന്നെയാണ് വിളിക്കുന്നത് തന്നെ. എന്നാലും ഉണ്ണി കരുണ ഇനി പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ കരുണയുടെ സ്വത്തുക്കളൊന്നും കിട്ടൂലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഒന്നും പറയണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണാലയത്തിൽ കരുണയും ഉണ്ണിയും കൂടി കാറിൽ വന്ന് ഇറങ്ങാണ്. ആ സമയത്ത് മോഹിനി വേഗം തന്നെ ഈ വണ്ടിയുടെ ഒച്ച കേട്ടതും മഹാലക്ഷ്മിയെ വന്നിരിക്കുന്നു വിചാരിച്ച് ഓടി വരുമ്പോൾ കാണുന്നത് ഉണ്ണീനെയും കരുണേനെയാണ്. കരുണയെ കണ്ടതും ആ മോളായിരുന്നോ, മോളെന്താ ഇപ്പോൾ വന്നേ, അച്ഛനെങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഞാൻ അതിന് ഹോസ്പിറ്റലിലേക്കൊന്നും പോയില്ല, ഞാൻ കമലേശ്വരത്തേക്കാണ് പോയത്. എന്നിട്ടിപ്പോൾ മോളെന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ, മോനെന്താ കയറണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, ഇല്ല അമ്മേ ഞാൻ കയറണില്ല, കരുണ ഇങ്ങോട്ട് പോകണമെന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്, എന്തായാലും ഞാൻ പോകുകയെന്നും പറഞ്ഞ് ഉണ്ണി പോകുന്നുണ്ട്. ആ സമയത്ത് മോഹിനി പുറകെ ചെന്നിട്ട് മോനെ കയറി വാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ, ഒന്നും വേണ്ടമ്മേ ഞാൻ പോവാം, എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതമ്മ അമ്മയുടെ മോളോട് എന്നെ ചോദിക്കുക, അവളെല്ലാം പറയുമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ഈ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വീണ്ടും മോള് ഉണ്ണിയായിട്ട് വഴക്കുണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്താ അറിഞ്ഞേക്കണേ, ഞാൻ വഴക്കുണ്ടാക്കിയോന്നോ, ഞാനൊന്ന് അവിടെ വെച്ച് ഒമിറ്റ് ചെയ്തു, അപ്പോൾ അയാൾ പറയണത് എനിക്ക് ഏതോ അവിഹിത ബന്ധത്തിൽ ഗർഭമുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗർഭിണിയൊന്നുമല്ല, എനിക്ക് ഭക്ഷണം കഴിച്ചത് എന്തോ പറ്റാഞ്ഞിട്ടാണ്, അന്നേരം എനിക്ക് വന്ന ദേഷ്യത്തിന് ഞാൻ അയാളെ വായി തോന്നിയതെല്ലാം പറഞ്ഞു, അതുമാത്രമല്ല റോട്ടിലിട്ട് പരസ്യമായി ഞാൻ അയാളുടെ ചെകിട്ടത്ത് അടിച്ചു എന്ന്. അത് കേട്ടത് മോഹിനി ചോദിക്കുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് ഈ പറയണേ, ഉണ്ണി അങ്ങനെ പറഞ്ഞാലും മോൾ അങ്ങനെയൊക്കെ പെരുമാറാവോ, എന്തൊക്കെ മണ്ടത്തരം മോളെ കാണിക്കണേ, ഒന്നുമില്ലെങ്കിലും ഉണ്ണി മോളുടെ ഭർത്താവല്ലേ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനി അങ്ങനെ ഒരു ജീവിതം എനിക്കില്ല, ഇനി അയാളെ എനിക്ക് വേണ്ട, ഇപ്പം ഞാൻ പോയത് തന്നെ മഹാലക്ഷ്മിയും കണ്ണനും വേർപിരിഞ്ഞുല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കരുണാലയത്തിൽ നിന്ന് കമലേശ്വരത്തേക്ക് പോണ പ്രശ്നമില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയും കരുണ ആസ്പത്രിയിൽ പോയിട്ട് ഇതുവരെ വരാത്ത എന്താണെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ഉണ്ണിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇവരെന്താ ഫോൺ എടുക്കാത്ത, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോൾക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദുർഗ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ണിയുടെ കാറ് വരുന്ന ഒച്ച കേൾക്കണേ. അങ്ങനെ മക്കൾ വന്നൂലോ എന്നും പറഞ്ഞുകൊണ്ട് ദുർഗ ഓടി വരുന്ന സമയത്ത് കാറിൽ നിന്ന് ഉണ്ണി മാത്രം ഇറങ്ങി വരണ കണ്ടത്. എന്താണ് ഉണ്ണി, കരുണമോൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയണേ, ആ മോളുടെ വീട്ടിലേക്ക് പോയിന്നോ, ആസ്പത്രിയിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഫുഡ് ഇൻഫെക്ഷനാണെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോൾക്ക് വിശേഷം ഉണ്ടായിട്ടല്ലേ മോൾ ഛർദ്ദിച്ചതെന്ന് ചോദിക്കുമ്പം അമ്മയല്ലേ പറഞ്ഞാൽ ഛർദ്ദിച്ചപ്പോൾ തന്നെ വിശേഷമാണെന്ന്, അവൾക്ക് വിശേഷമൊന്നുമില്ല, അതുമാത്രമല്ല ഇനി അവളിങ്ങോട്ട് വരുമെന്നും തോന്നണില്ല. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്താടാ ഇപ്പോൾ പുതിയ പ്രശ്നം ഉണ്ടായ, മോളിവിടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ എന്ന് പറയുമ്പം അവൾ അമ്മയാവാൻ പോവാന്ന് അറിഞ്ഞിട്ട് ഞാൻ അവളോടൊരു സംശയം പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, അവളുടെ കുഞ്ഞ് പോയതിന് ശേഷം ഞാനും അവളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിട്ടില്ല, പിന്നെ അവളെങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു സംശയം എനിക്ക് വന്നതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചിയുടെ മാർഗ്ഗത്തിൽ കൂടി ആയിരിക്കും അവളും അമ്മയാവാൻ പോണേന്ന് ഞാൻ പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവൾ ആസ്പത്രിയിൽ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് റോട്ടിലിട്ട് എന്നെ ആളുകളുടെ ഒക്കെ മുമ്പിലിട്ട് എൻ്റെ കർണത്ത് മാറി മാറി അടിച്ചു അമ്മേന്ന്. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയോട് അവളുടെ ഭർത്താവ് പറയാൻ പറ്റുന്ന ഭാഷയാണോടാ നീ പറഞ്ഞത്, എന്തായാലും നിൻ്റെ കൂടെ ഇത്രയും നാളും ജീവിച്ച കുട്ടിയല്ലേ അവളോട് നിനക്കിത് പറയാൻ പാടുണ്ടായിരുന്നോ, നീ അവളെ പറഞ്ഞതിന് അവൾ നിന്നെ തല്ലിയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്
ദുർഗയും ഉണ്ണീനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മ ഇപ്പോഴും അവളെയാണോ ന്യായീകരിക്കണേ? ഞാനൊരു അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയി, അത് പറഞ്ഞ് എന്നെ അവൾ തല്ലുവാണോ എന്ന് ചോദിക്കുമ്പം ദുർഗയും ഈ ഉണ്ണീനെ തല്ലണുണ്ട്. നീ അങ്ങനെ പറഞ്ഞില്ലടാ, അതുകൊണ്ടല്ലേ മോൾ അങ്ങോട്ട് പോയത്. ഇനി മോൾ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? മോക്കടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ മോളുടെ സ്വഭാവം അറിഞ്ഞ് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കില്ലേ? നീ ഇപ്പം എന്താടാ ചെയ്തേക്കണേന്നൊക്കെ ചോദിച്ച് ഈ ഉണ്ണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെ ലേഹേനെയാണ്. മഹാലക്ഷ്മി ലേഹയോട് പറയുന്നുണ്ട്, എന്തായാലും കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും എൻ്റെ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവർ ആ വിവരം കരുണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കമലേശ്വരത്ത് അതിൻ്റെ ആഘോഷം നടക്കുന്നുണ്ടാവും. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട്, എന്തായാലും അവർ സന്തോഷിക്കട്ടെ. അവർ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതുപോലെ സന്തോഷിച്ചേക്കണതല്ലേ, ഇനിയിപ്പോൾ അവരുടെ സന്തോഷത്തിന് നമ്മളായിട്ട് കുറവൊന്നും വരുത്തണ്ട. കുറച്ച് കഴിയുമ്പം സന്തോഷിച്ചതിൻ്റെ ഇരട്ടി അവർ കരഞ്ഞോളൂന്ന്. ആ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. തോമസ് ഡോക്ടർ വന്നതും മഹാലക്ഷ്മിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി അറിഞ്ഞില്ലേ, മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും അവിടെ വന്നിട്ടുണ്ട്. അയാൾക്ക് വാരിയിൽ ഒടിഞ്ഞു എന്നും പറഞ്ഞാൽ വന്നേക്കണേ. എന്തായാലും അയാൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ജയപാലനെയും കൊണ്ട് ഞാൻ നന്നായിട്ട് അയാളെ തിരുമിപ്പിച്ചിട്ടുണ്ട്. അയാൾ വേദന കൊണ്ട് പൊളയണത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ജയപാലനും അങ്ങനെ ചെയ്തത്. എന്തായാലും അയാളും അയാളുടെ അമ്മയും മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയതറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട്, അത് വന്ന് കയറിയപ്പോൾ തന്നെ അവരുടെ മുഖത്തുനിന്ന് ഞങ്ങൾ കണ്ടതാണ്. ഞാൻ മഹിക്കിനി അമ്മയാവാൻ പറ്റില്ല എന്ന് കേട്ടതും അവരുടെ മുഖത്തെ ആ വേദനയൊക്കെ പോയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അത് ഞങ്ങളോട് അവർ പറയുകയും ചെയ്തു, മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയതിൽ അവർക്ക് വിഷമമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. എന്തായാലും മഹാലക്ഷ്മി ഒന്നും കൂടി സൂക്ഷിക്കണം. ഇനിയിപ്പോൾ അവർക്ക് സംശയം തോന്നിയാൽ അവർ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഏതറ്റം വരെ പോകും. എന്തായാലും നിങ്ങളിപ്പോൾ പറഞ്ഞത് അവർ വിശ്വസിച്ചിട്ടുണ്ട്. ആ അമ്മയും മകനും ഒരു പ്രത്യേക ജന്മങ്ങളാണ്, അസുരജന്മങ്ങളെന്ന് തന്നെ പറയാൻ പറ്റും. ഇങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞ് തോമസ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണ്ണി മോളുടെ ഭർത്താവല്ലേ, എന്തുകൊണ്ടും മോൾക്ക് യോജിച്ച ആൾ തന്നെയാണ്. മോള് ഉണ്ണിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും മോളെ. ഇപ്പം അച്ഛനും മുത്തശ്ശി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് മോൾ ഇവിടെ നിൽക്കണ ശരിയല്ലല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇനി ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോകില്ല, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ അച്ഛനും മുത്തശ്ശി ആസ്പത്രിയിലായതുകൊണ്ടാണ് അയാളിപ്പോൾ ഇവിടുന്ന് ജീവനോടെ മടങ്ങിപ്പോയത്. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെയും കൊണ്ട് തന്നെ ഞാൻ അയാളെ കൊല്ലിച്ചേനെ. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ ഒരു കൊലപാതകത്തിൻ്റെയും കൂടെ കുറവേ നിൻ്റെ അച്ഛനുള്ളൂ, അതിലും കൂടുതൽ കൊലപാതകം നിൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഇനി നീയായിട്ട് ഒരെണ്ണം കൂടി ചെയ്യിപ്പിക്കണ്ട. അല്ലെങ്കിൽ തന്നെ കണ്ണനും കണ്ണൻ്റെ അച്ഛനും ബുള്ളറ്റിൽ പോയപ്പം അവരുടെ ബുള്ളറ്റിലേക്ക് ലോറി ഓടിച്ച് കയറ്റി കണ്ണൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനാണ്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ അച്ഛനാണോ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പം അതേ മോളെ, ഉണ്ണിയുടെയും കണ്ണൻ്റെ അച്ഛനെ കൊന്നത് മോളുടെ അച്ഛനാണ്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇല്ല ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല, അമ്മ വെറുതെ പറയണതാ. അമ്മയ്ക്കല്ലെങ്കിലും അച്ഛനെയും മുത്തശ്ശീനെയും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് വെറുതെ നുണ പറഞ്ഞുണ്ടാക്കണേ. ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് അച്ഛനൊന്നും അല്ല എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. മോളുടെ അച്ഛൻ്റെ ലോറിയ കണ്ണൻ്റെ അച്ഛൻ്റെ ബൈക്കിൽ ഇടിച്ചത്, അതുമാത്രമല്ല ആ ലോറി ആ സമയത്ത് ഓടിച്ചത് മോളുടെ അച്ഛൻ തന്നെയാണ്. ഈ സത്യം ലക്ഷ്മി മോൾക്കും അറിയാം. അതെങ്ങനെയാണ് അവൾ അറിയണേ, അമ്മ പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞതല്ല, ആ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ലക്ഷ്മി മോളും മോളുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം മോളുടെ അച്ഛൻ ആ ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റി പറഞ്ഞു എന്നാണ് ലക്ഷ്മി മോൾ പറഞ്ഞിരുന്നു. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, ഇത് ഞാൻ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല, എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞാലേ ഞാനിത് വിശ്വസിക്കുള്ളൂ. എന്തായാലും ഞാൻ ഇപ്പം തന്നെ അച്ഛനോട് പോയി ചോദിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, വേണ്ട മോളെ, മോളിത് ചോദിക്കാനൊന്നും പോണ്ട, മോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പം അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. എടാ പ്രതാപ, ഇനി ആ മഹാലക്ഷ്മിനെ നമ്മളെന്തെങ്കിലും ചെയ്താൽ ആ മാർക്കോ അടങ്ങിയിരിക്കില്ല എന്നാണ് പറഞ്ഞ്, അവൻ നിന്നെ തീർത്ത് കളയൂടാന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്തിനാ അമ്മയെ നമ്മളവളെ ഉപദ്രവിക്കുന്നത്, കണ്ണനും അവളും വേർപിരിഞ്ഞു, അതുമാത്രമല്ല അവളുടെ കുഞ്ഞിനെ നമ്മളിപ്പോൾ നശിപ്പിച്ചു കളഞ്ഞു, ഇനി നമ്മൾ അവളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, ഇനി അവൾ കമലേശ്വരത്തേക്ക് വരൂലല്ലോ, നമ്മളുടെ കരുണമോൾക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാനും പറ്റുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്,
കണ്ണനുമായിട്ട് വേർപിരിഞ്ഞാലും കുഞ്ഞു പോയാലും അവൾക്ക് കമലേശ്വരത്തെ സ്വത്തിൻ്റെ പകുതി അവകാശം കിട്ടിയില്ലേടാ പ്രതാപ. അതിന് തിരിച്ച് കരുണയ്ക്കും ഉണ്ണിക്കും കിട്ടണമെങ്കിൽ അവളെ നമ്മൾ കൊല്ലണ്ടേന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് അതിനൊക്കെ വഴി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ആ മാർക്കോയിനെ കൊല്ലണം, അതിനുശേഷം ഇനി മഹാലക്ഷ്മിയെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഡോറിൽ ആരോ മുട്ടണ കേട്ടിട്ട് പ്രതാപൻ്റെ അമ്മ ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി വരുന്ന കരുണേനെയാണ് കാണുന്നത്. കരുണ റൂമിലേക്ക് കയറി വന്നതും അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ, മോൾക്ക് എന്താ പറ്റിയ, മോളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് അമ്മ ഒരു കാര്യം പറഞ്ഞു, അത് സത്യമാണോ എന്ന് അറിയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് നേരിട്ട് വന്നേ. അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ അറിയണം അത് സത്യമാണോ എന്ന്. എന്താ മോളെ എന്താണെങ്കിലും ചോദിച്ചോ, ആ മോഹിനി മോളോട് എന്ത് നുണയാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞത് നുണയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് അച്ഛനാണോ എന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പ്രതാപൻ്റെ അമ്മയും ഉള്ള സത്യം കരുണയോട് തുറന്നു പറയും. അത് കേൾക്കുമ്പോൾ മിക്കവാറും കരുണയ്ക്കും പ്രതാപൻ്റെ അമ്മയോടും ദേഷ്യമാവും. കാരണം കണ്ണൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടാണല്ലോ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ണന് തന്നെ ആവണത്, അല്ലെങ്കിൽ പിന്നെ ഉണ്ണിക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലായിരുന്നു. ആ ഒരു ഇതിലൊക്കെ പ്രതാപൻ്റെ അമ്മയോടും കരുണയ്ക്ക് ദേഷ്യം വരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.